ഹായ് ഹലോ ഗൈസ്, ഇന്നിപ്പോൾ എന്തിൻ്റെ വീഡിയോ ഇടുന്ന ആലോചിച്ചിരിക്കുന്ന സമയത്താണ് യൂട്യൂബിൽ കയറി സ്ക്രോൾ ചെയ്ത സമയത്ത് നമ്മുടെ ബേസിൽ ജോസഫ്, ടോവിനോ, അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസിൻ്റെ ഇൻ്റർവ്യൂസുകളൊക്കെ കണ്ടത്. ഇവരെ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ കണ്ടിട്ട് വന്നാലോ. അപ്പോ ചടങ്ങ് എന്തോ വലിയ ഭാഗ്യം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫ്രെയിമിൽ ഇത്രയധികം ആൾക്കാരെ എനിക്ക് കിട്ടിയതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്കൊന്നു പണ്ട് ലാലേട്ടൻ മമ്മൂക്കി ഒരുമിച്ച് ഒരു സിനിമയിൽ കാണാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇപ്പൊ നമ്മൾ ആഗ്രഹിച്ചാണ് നിങ്ങളുടെ ഈ മുഖങ്ങളൊക്കെ ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കാണാനായിട്ട്. നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. ഓക്കെ, അതിനിടെ മൂവിയുടെ എന്നെ സംബന്ധിച്ചാണ് ഞാൻ ക്വസ്റ്റൻ ഒക്കെ പ്രിപ്പയർ ചെയ്തു ഒരു പേരിന് വേണ്ടിയിട്ട്. അതൊന്നും നടക്കത്തില്ലെന്ന് എനിക്കറിയാം. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. എന്നാലും ഒന്ന് കോർപ്പറേറ്റ് വിനീതേട്ടന്റെ എല്ലാ ശിഷ്യന്മാരും ഇപ്പൊ വേറെ ലെവൽ എത്തിയിരിക്കുകയാണ്. അതിന് താങ്കൾക്ക് അഭിമാനിക്കാം അല്ലേ? കേസിൽ അതിലൊരു കോളേജ് സ്റ്റുഡന്റിന്റെ ക്യാരക്ടർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ചെറുപ്പത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട്. എന്നാലും ഒരു മെന്റൽ പ്രിപ്പറേഷൻ, ആ ഒരു ചെറിയ ചെക്കനാവാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരുന്നു എന്ന് പറയാം? ഈ ക്യാരക്ടറിലേക്ക് അഡാപ്റ്റ് ആവാനായിട്ട് പറയും. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. കളിയാക്കിയാ പോലെ എന്തിനാ ചോദ്യമായിട്ട് അത് ചോദിക്കുന്നത്? നമ്മുടെ ഏജിലുള്ള ഒരാള് അത് നീ സപ്പോർട്ട് ചെയ്തു. വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. അല്ല, ശരിക്കും പുള്ളിക്ക് ഭയങ്കര പാടായിരുന്നു ഇത്ര ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഞാൻ ഒരു അച്ഛനാണെന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലാനൊക്കെ. എല്ലാം ഇങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? അല്ല, അത് ജോക്സ് അപ്പാർട്ട് നല്ല പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളത് അംഗീകരിക്കാൻ പാടില്ല. എന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട്, ഷാന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഒന്ന് റിവീൽ ചെയ്യാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ബ്രീഫ്. പക്ഷെ ഇവര് കരിയറിൽ ഇതുപോലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതെന്നെ എല്ലാരും പറയണേ. ഇത് പക്ഷേ എല്ലാവരും പറഞ്ഞ പോലെ അല്ല. ശരിക്കും അങ്ങനെ. അതിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ ഇത് നമുക്ക് മാത്രമേ ചെയ്യാനും പറ്റുള്ളൂ. ഓഫ്, മലയാളത്തിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ പറ്റില്ല, ലോക സിനിമയിൽ ശരിയാണ്, ഇന്ത്യക്ക് പുറത്ത് പറ്റില്ല. ഷാനിക്ക ഫോട്ടോ വീട്ടില് റയാനെ കാണിച്ചു. ഒരു തൊപ്പി, ജാക്കറ്റ്, റൗണ്ട് തൊപ്പി. ഷാന്റെ മോന്റെ പേരാണ് റയാൻ. മോന്റെ പേര് റയാൻ. റയാൻ പറഞ്ഞത് തായ്ലൻഡിലെ മീൻകാരനെ പോലെ ഉണ്ടെന്ന്. വീട്ടിൽ നിന്ന് തന്നെ അപമാനിക്കാൻ ആളുകളുള്ളപ്പോ പുറത്തുനിന്ന് ആളുകളുടെ ആവശ്യം സാധിക്കണം ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. പക്ഷെ എന്നാൽ ഈ പടത്തില് ടൊവിനെ ഇതാക്കാനുള്ള ഒരു റീസൺ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ? ഈ പടത്തില് ടൊവിനെ കൊണ്ടുവരാനുള്ള റീസൺ? ഞാൻ കുറച്ച് കാലമായിട്ട് സിനിമ ഒരു കാര്യം വിറ്റാണ് ആള് ഭയങ്കര അഭിനയിക്കാനൊക്കെ അറിയാം. സോറി മാമ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ. പേഴ്സണലി ഇൻവൈറ്റ് ചെയ്തു. അല്ലു അർജുന്റെ ബ്രദറിന്റെ കല്യാണത്തിനൊക്കെ പോയതാണോ? ഞാൻ നീ സാധാരണ പോലെ നല്ല ഫുഡായിരുന്നു. മട്ടൻ ബിരിയാണി ഇപ്പോഴും ആ രുചി എന്റെ വായിന്ന് പോയിട്ടില്ല. മോനെ, നീ ഓക്കെ? കഷ്ടകാലം വരുമ്പോ കൂട്ടത്തോടെ നാണല്ലോ.